അല്ലാഹു അഹദ്, പറയുക അല്ലാഹു ഏകനാണ്. അല്ലാഹു ഏകനാണ്. അല്ലാഹു സ്വമദ്, അല്ലാഹു നിരാശ്രയനാണ്. ലം യലിദ്, അവൻ ജനിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ ആർക്കും ജന്മം നൽകിയിട്ടുമില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ ഒത്ത ഒരാള് വേറെയില്ല. ഇതാണ് അത്തരം വചനങ്ങൾ. അപ്പോ ഖുൽ ഹുവല്ലാഹു അഹദ്, ഇത് ആരോട് പറയുന്നതാണ് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിനൊരു ബ്രാക്കറ്റ് വരും, പ്രവാചകരെ താങ്കൾ അവരോട് പറയുക. അപ്പൊ നബിയോട് പറഞ്ഞ കുല്ലാണ് ഈ കുല്ല്. കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, യഖൂലു പറയുന്നു, കുൽ പറയൂ, അമ്ര കൽപ്പന ക്രിയയാണ്. അപ്പോ എന്താണോ ഈ പറയുന്നത് അതിന് കുറച്ചുകൂടി ഒരു മേമ്പൊടിയായി പെയിന്റ് അടിക്കുന്നതിന് വേണ്ടി ഇവര് ഒന്ന് വ്യാഖ്യാനിച്ച് വളച്ചൊട്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ബ്രാക്കറ്റിൽ ഓരോന്ന് ചേർത്തത്. നിങ്ങൾ മലയാള പരിഭാഷ എടുത്താൽ ഒരുപാട് ബ്രാക്കറ്റുകൾ കാണും. പക്ഷെ ആ ബ്രാക്കറ്റ് ഖുർആനിലില്ല, പരിഭാഷകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോ ആ കാലഘട്ടത്തിൽ ഇത് നബി പറഞ്ഞതാണ് എന്ന രൂപത്തിൽ ആരോ പറഞ്ഞതാണ്. ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നബി വേണമായിരുന്നു. നബി അത് പ്രൂവ് ചെയ്തിട്ടുമില്ല. സന്ദർഭത്തിനനുസരിച്ച് ഖുർആനിലെ ആശയങ്ങളും അർത്ഥങ്ങളും മാറത്തില്ല. ലോകാവസാനം വരെ ഒരേ രൂപത്തിൽ നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആനിലെ എല്ലാ കൽപ്പനകളും ലോകം അവസാനിക്കുന്നതുവരേക്കും പ്രയോഗത്തിൽ ഉണ്ടാകേണ്ടുന്ന വചനങ്ങളാണ്. അങ്ങനെയാണ് പൊതുവെ തള്ളിമറിക്കാറുള്ളത്. അതായത് ലോകാവസാനം വരെയുള്ള എല്ലാ സാഹചര്യത്തിലും ഉള്ളതാണ് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 1217 ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഖുർആനിലെ എല്ലാ വാക്യങ്ങളും അതിലെഴുതിയിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാലത്തും നടപ്പിൽ വരുത്തേണ്ടതാണ്. ഈ ഖുർആനിന്റെ തഫ്സീർ ഉണ്ട്, വ്യാഖ്യാനം, അർത്ഥം, വിശകലനം. അമാനി മൗലവിയുടെ തഫ്സീറിലെ പേജ് നമ്പർ 67 ഇൻഡെക്സിൽ തന്നെ കുറെ കാര്യങ്ങൾ ഇവർ കൊടുത്തിരിക്കും. ആ ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ എല്ലാ കാലത്തും ബാധകമായിട്ടുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. AD 7-ാം നൂറ്റാണ്ടില് അറേബ്യയില് ഒരു ഏകീകൃത രാജ്യം സ്ഥാപിച്ച ഒരു ഗോത്ര നേതാവാണ് മുഹമ്മദ്. 570 AD മക്കയിൽ ജനിച്ചെന്നും 632 AD മദീനയിൽ മരിച്ചെന്നും പറയപ്പെടുന്നു. ഒരു മത നേതാവ്, ഒരു ഗോത്ര തലവൻ, ഒരു രാഷ്ട്ര നേതാവ്, ഒരു മതസ്ഥാപകൻ, ഒരു സൈന്യാധിപൻ, ഒരു ചാണക്യ തന്ത്രജ്ഞൻ, ഇതൊക്കെ നബിക്ക് ചേരുന്ന പേരുകളാണ്. അതല്ലാതെ വിശ്വാസികൾ തള്ളിമറിക്കുന്നത് പോലെ ഒരു നല്ല പിതാവായിട്ടില്ലല്ലോ. ഒരു നല്ല ഭർത്താവ് എവിടെ? ഒരു നല്ല മകൻ, ഒരു നല്ല അയൽക്കാരൻ, ഒരു നല്ല സഹപ്രവർത്തകൻ, ഇതൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ തള്ളിമറിക്കും, പ്രാസമൊപ്പിച്ച് പറഞ്ഞോട്ടെ. പക്ഷെ ഒരു നിലയിലും ഇദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം കുറ്റമറ്റതായിരുന്നില്ല. ഒരു പിതാവ് എന്ന നിലയിൽ പരാജയമായിരുന്നു, ഒരു ഭർത്താവ് എന്ന നിലയിൽ അതിലേറെ പരാജയമായിരുന്നു, ഒരു മകൻ എന്നുള്ള നിലയിൽ പരാജയമായിരുന്നു, ഒരു സൈന്യാധിപൻ എന്ന നിലയിൽ, ഒരു മതസ്ഥാപകൻ എന്ന നിലയിൽ, ഒരു ഗോത്ര നേതാവ് എന്ന നിലയിൽ, ഏത് നിലയിൽ എടുത്തു നോക്കിയാലും ശരി അംഗീകാരയോഗ്യനായിരുന്നില്ല. ചരിത്രങ്ങൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കി തരുന്നത്. മുഹമ്മദ് നബിക്ക് ഖുർആൻ വാക്യങ്ങൾ AD 610 മുതൽ 632 വരെയുള്ള 23 വർഷക്കാലം കൊണ്ടാണ് ജിബ്രീൽ എന്ന മാലാഖ അള്ളാഹുവിൽ നിന്നും നേരിട്ടുള്ള ദൈവികമായിട്ടുള്ള വെളിപാട് ഇറക്കി കൊടുത്തത്. ഇതാണ് പറയപ്പെടുന്നത്. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ അള്ളാഹു അയച്ചു എന്ന് പറയുന്നുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ അബ്ദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്. എല്ലാ സമൂഹത്തിലേക്കും അള്ളാഹു, എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു.
അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന് പറയാൻ, അള്ളാഹു അല്ലാത്ത ദൈവ ഇതര ശക്തികളെ വെടിയണം എന്ന് പറയാൻ. അള്ളാഹുവിന് ഭയങ്കര ടെൻഷനാണ് അള്ളാഹു അല്ലാത്തവരെ നമ്മൾ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചു പോയാൽ. അള്ളാഹു അത് അംഗീകരിക്കില്ല. ഒരിക്കലും അള്ളാഹുവിന് പൊറുക്കാനും സാധിക്കാത്ത കുറ്റമാണ്. വേറെ അള്ളാഹു ഇല്ല, പക്ഷെ ആ ഇല്ലാത്ത അള്ളാഹുവിനെ എങ്ങാനും നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പടച്ചോൻ ക്ഷമിക്കില്ല. അങ്ങനെ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചതിൽ ഏറ്റവും അവസാനത്തെ ആളാണ് മുഹമ്മദ് നബി. ഖാത്തിമുൻ നബിയ്, ഖാത്തിമുൽ അംബിയ എന്നൊക്കെയാ പറയുന്നത്, അവസാന പ്രവാചകൻ. പിന്നീട് ഈ നബിയെ ഒരു സുന്ദരിയായ ഒരു പെണ്ണു വന്ന് അടയാഭരണങ്ങളോടു കൂടിയൊക്കെ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് വിളിച്ച ഉടനെ അവിടെ പുറത്ത് കയറി ബുറാക്ക്, അറിയാലോ നിങ്ങൾക്ക് അതൊക്കെ, സ്വർഗവും നരകവും ഒക്കെ കണ്ടു. നിമിഷ നേരം കൊണ്ട് നബി ഇസ്രായേലിലെത്തി. ആ ജീവിയുടെ പുറത്ത് കടന്ന് ആകാശങ്ങളും ഭൂമിയും സ്വർഗവും നരകവും അതിനു മുമ്പ് മരിച്ചുപോയ മുഴുവൻ പ്രവാചകന്മാരെയും കണ്ടു, അവരുടെ ചരിത്രങ്ങൾ സംസാരിച്ചു. എന്നിട്ട് ഭൂമിയിൽ തിരിച്ചു വന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഖുർആൻ 17-ാമത്തെ അധ്യായം നിങ്ങൾ നോക്കിയാൽ മതി. 1-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം മുതൽ തന്നെ ഇതുണ്ട്, 60-ലുണ്ട്. 53-ാം അധ്യായത്തിലെ 13 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ ഈ വിഷയം തന്നെ ആവർത്തിച്ചു പറയുന്നുണ്ട്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് 1-ാം വാള്യത്തിലെ പേജ് നമ്പർ 101-ലും ഈ വിഷയത്തെ വിസ്തരിച്ചു പറയുന്നുണ്ട്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 3207-ാമത്തെ ഹദീസിലും ഇതൊക്കെയുണ്ട്. അക്കാലത്ത് നബിയുടെ അനുയായികള് നബി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചു. ഇക്കാലത്തെ മുസ്ലിങ്ങളും അത് തന്നെ വിശ്വസിച്ചു വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നബി ഒരു ചാണക്യ തന്ത്രജ്ഞനും കൂർമ്മ ബുദ്ധിയുമുള്ള ആളായിരുന്നു. മറ്റുള്ളവർക്കില്ലാത്ത എന്തൊക്കെയോ ഒരു പ്രത്യേകത നബിക്കുണ്ടായിരുന്നു. ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി ആയിരുന്നു. അതുകൊണ്ട് ഇനി വരുന്ന ജനത തന്നെ വിശ്വസിക്കണമെങ്കിൽ ഇതുവരെ ഇവരെന്താണ് വിശ്വസിക്കുന്നത് എന്ന് നബിക്ക് അറിയണം. അങ്ങനെ അവരുടെ അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ചും വിശ്വാസങ്ങളെ സംബന്ധിച്ചുമൊക്കെ നബി വളരെ നന്നായി പഠിച്ചു. എന്നിട്ടാണ് ഇതൊക്കെ എടുത്ത് തള്ളിമറിച്ചത്. അതെ, പ്രാകൃതമായ മതത്തിനെതിരെ സംസാരിച്ചാൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടാവും. എസ് കെ സൗമ്യക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അവസാനം പറയാൻ ഇവൾക്ക് ക്യാൻസർ ആണെന്ന്. എന്തിനാ ക്യാൻസർ എല്ലാവർക്കും വരത്തില്ലേ? നാളെ ചിലപ്പോൾ നിനക്കും വരും. വേറൊരുത്തം വന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അങ്ങ് ചെയ്യടാ, നിന്റെയൊക്കെ അസഹിഷ്ണുതകൾ അങ്ങ് മാറിക്കിട്ടട്ടെ. തെറിയല്ലാതെ ഇവന്മാരുടെ വായിൽ വരത്തില്ല. അവന്മാർക്ക് എന്നോടുള്ള ദേഷ്യമാണ്. നബി എന്ന വാക്ക് പറയാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലടാ. എനിക്കിഷ്ടമില്ല. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പറയണ്ടേ. അല്ല, ചട്ടുകാലൻ മുഹമ്മദ്, അതെ എന്തെന്നറിയാമോ, നമ്മളെ തള്ളയ്ക്കും തന്തയ്ക്കും വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് വിളിക്കണതല്ല, വിളിച്ചു പോകുന്നതാണ്. ഇവന്മാര് നമ്മളെ കൊണ്ട് വിളിപ്പിക്കും. അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ വിഷയം? ഹബിരഹൻ ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു, നല്ല പുഴുത്ത തെറിയുമായിട്ട്. നിനക്ക് നല്ല വിവരമാടാ, എനിക്ക് മനസ്സിലായി, നിനക്ക് നല്ല വിവരമാണ്. അപ്പോ ഈ ഇന്നേ വരെ, അതായത് അന്നത്തെ കാലം മുതൽ ഇന്നത്തെ കാലം വരെ ആരും മുഹമ്മദിനെ സംശയിച്ചിട്ടില്ല എന്നാണ് ഇവർ തള്ളിമറിക്കുന്നത്. അല്ല, അന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകളും ചോദിച്ചു, അല്ല മുഹമ്മദേ, എവിടെ ജിബിരിയിൽ? നിനക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, എന്ന് കാണിക്കടാ. ആ ചന്ദ്രനെ നീ പിളർത്തിക്കേ. ഉടനെ തന്നെ ഒരു വാളൊക്കെ എടുത്തിട്ട് വെട്ടി ചന്ദ്രനെ പിളർത്തി. സൂര്യനെ പിളർത്താൻ പോയപ്പോഴത്തേക്കിന് കരിഞ്ഞുപോയി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ആരും ഇതുവരെ മുഹമ്മദ് നബിയുടെ അള്ളാഹുവിനെയോ
മുഹമ്മദ് നബിക്ക് ദൈവിക വെളിപാടുമായിട്ട് വരുന്ന ജിബ്രീലിനെയോ കണ്ടിട്ടില്ല. എങ്ങനെയുണ്ട് ഐഡിയ? ഇങ്ങനെ ഒരു വാനലോകത്ത് അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞത് മുഹമ്മദ് പറഞ്ഞതല്ലാത്ത ഒന്നും ജനങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇത് മുഹമ്മദ് നബി പറഞ്ഞത് മാത്രമാണ്. ഇത് മുഹമ്മദ് നബിയുടെ വാക്ക് മാത്രമാണ്. 55-ാം അധ്യായത്തിലെ 1-ലും 2-ലും അല്ലാഹു പറയുന്നുണ്ട്, വമാഹുവ ബിഖൗലി റസൂലിൻ കരീം. ഇത് മാന്യനായ ഒരു റസൂലിന്റെ വചനമാണെന്ന് വേറൊരു വചനത്തിലും പറയുന്നുണ്ട്. ഇത് ഖുർആൻ എന്ന് പറഞ്ഞാൽ റസൂലിന്റെ വാക്കുകളാണ് എന്ന് ഖുർആൻ 81-ാം അധ്യായത്തിലെ 19-ലും 20-ലും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ വാക്കാണ് എന്നുള്ളത് തള്ളി മറിഞ്ഞത് കണ്ടു. ഇതാ നമ്മളൊരു നുണ പറയുവാണെങ്കിൽ ഏതെങ്കിലും ഒക്കെ സന്ദർഭത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നബിയുടെ കയ്യിൽ നിന്ന് പലപ്പോഴും പോയിട്ടുണ്ട്. ഖുർആനിലെ വാക്യങ്ങൾ ഇറക്കിയ സമയത്ത് മുമ്പുള്ള പ്രവാചകന്മാരോട് ചെയ്തതുപോലെ തന്നെ പിശാച് തന്നെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദ് നബി തള്ളിമറിച്ചു. 22-ാം അധ്യായം 52-ാമത്തെ വചനം. അതായത് ഇദ്ദേഹം ഒരുപാട് നാടുകളിൽ ബിസിനസ് ആവശ്യാർത്ഥം പോകുന്ന ആളാണ്. അങ്ങനെ പോകുമ്പോൾ ഇദ്ദേഹത്തിന് മറ്റു മതഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാൻ പറ്റും. ഓരോരുത്തരോട് ഇരുന്ന് ഇങ്ങനെ കഥ പറഞ്ഞ് അങ്ങനെയാണ് വറഖത്ത് ബിൻ നൗഫൽ. അദ്ദേഹം ഒരു ഹീബ്രു ഭാഷാ പണ്ഡിതനാണ്, ബഹുഭാഷാ പണ്ഡിതനാണ്, ബൈബിളൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു ജൂത പുരോഹിതനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് സമയം കിട്ടുമ്പോഴൊക്കെ പോയിരുന്നിട്ട് ഇങ്ങനെ ബൈബിളിൽ എന്താണ് പറഞ്ഞതെന്നൊക്കെ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ബൈബിളിനകത്തുള്ളതൊക്കെ എന്തുകൊണ്ടാണ് ഖുർആനിൽ വന്നതെന്ന് മനസ്സിലായി. ഇതുപോലെതാ എനിക്കിങ്ങനെ വെളിപാട് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇത് മുമ്പ് തോറയിലുണ്ടായിരുന്നില്ലേ, അപ്പൊ ഇത് ശരിയാണ് എന്നിവര് വിശ്വസിക്കാൻ വേണ്ടി അതും ഇതും എല്ലാം കൂടി കലക്കിയിട്ടാണ് കക്ഷി എടുത്ത് അലക്കിയിട്ടുള്ളത്. ഹീബ്രു ഭാഷയാണ് നന്നായിട്ട് അറിയാവുന്നത്. വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെയും ഖദീജയുടെയും ഒക്കെ ബന്ധുവാണ്. അപ്പൊ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ ബൈബിൾ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ വറഖത്ത് ബിൻ നൗഫൽ മരിച്ചു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് നബിക്ക് പിന്നീട് വെളിപാട് വരുന്നില്ല. ബൈബിള് പറഞ്ഞു കൊടുക്കണ്ടേ? ബൈബിള് പറഞ്ഞു കൊടുത്ത് അവിടെ നിന്ന് കിട്ടുന്നതാണല്ലോ ഇവിടെ വന്നിട്ട് അലക്കുന്നത്. എനിക്കിതാ വെളിപാട് വന്നു എന്നും പറഞ്ഞ് കുറച്ചു കാലത്തേക്ക് നബിക്ക് വെളിപാടുകൾ അവസാനിച്ചു. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 3-ാമത്തെ ഹദീസാണ്. മുഹമ്മദ് നബി ബൈബിളിലുള്ള എഴുത്തുകൾ വറഖത്ത് ബിൻ നൗഫലിൽ നിന്നും കേട്ടു പഠിച്ചിട്ട് അദ്ദേഹത്തിന് ഒരുപാട് എഴുത്തുകാരുണ്ടായിരുന്നു, അവരെ കൊണ്ട് പകർത്തി എഴുതിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 5917-ാമത്തെ ഹദീസിൽ പറയുന്നുണ്ട്. 77-ാമത്തെ ബുക്ക് ഹദീസ് നമ്പർ 132-ൽ പറയുന്നുണ്ട്. യഹൂദരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ കുറിച്ച് കേട്ടറിവുണ്ടായിരുന്ന മുഹമ്മദ് ബൈബിളിലെ പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ഒക്കെ കഥയുടെ ശകലങ്ങള് തൻ്റെ അനുയായികളുമായി വിശദീകരിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഖുർആനിൽ അതുകൊണ്ടാണ് പല അധ്യായങ്ങളിലും ഇത്തരം കേട്ട അറിവുകൾ ഒരു വാലും തുമ്പുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ, മൊത്തം ഒരുമിച്ചില്ല. കാരണം ഇയാൾ കേട്ടത് ഇയാൾ പറഞ്ഞു, അയാൾ കേട്ടത് അയാൾ പറഞ്ഞു, ഇയാൾ കേട്ടത് അങ്ങനെ ലേശം വീതമല്ലേ കിട്ടിയത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരുപാട് ആവർത്തനങ്ങൾ വന്നതും പറഞ്ഞത് തന്നെ പിന്നെയും പറയേണ്ടി വന്നതുമൊക്കെ ഓരോരുത്തരും പറഞ്ഞത് കേട്ട് എഴുതിയത് കൊണ്ടാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇതുവരെ അധികം ആളുകളൊന്നും പറഞ്ഞു കേൾക്കാത്ത, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു വിഷയമാണ് മുഹമ്മദ് നബിക്ക് എന്താണ് ഇങ്ങനെ ഒരു ആശയം തോന്നിയത്. ഈ ഖുർആൻ പോലെ ഒരു ഗ്രന്ഥവുമായി സമൂഹത്തിലേക്ക് വന്നാൽ ഇത് വിശ്വസിക്കുമോ ആളുകൾ? എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നിയത്? ഇനി ശ്രദ്ധിച്ചോ. മുഹമ്മദ് നബിയുടെ വാപ്പ ആരാണ് എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മരിക്കാൻ തയ്യാറായി തന്നെയാണ് ഞാൻ ഇന്നത്തെ ലൈവിന് വന്നിരിക്കുന്നതെന്ന് പറയാനുള്ള കാരണം അതാണ്. ഇദ്ദേഹത്തിന്റെ വാപ്പയാണ് എന്ന് ആരോപിക്കപ്പെടുന്ന അബ്ദുള്ള മരണപ്പെട്ട് ഏതാണ്ടൊരു 2.5-3 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ആമിന മുഹമ്മദ് നബി പ്രസവിക്കുന്നത് തന്നെ. അപ്പൊ അങ്ങനെ വളർന്ന ഒരു മനുഷ്യന്
പിന്നീട് ഈ അറേബ്യ ഒക്കെ അടക്കി ഭരിക്കണം എന്ന് തോന്നുന്നതിൽ അത്ഭുതമില്ല. ഒരു റോക്കി ബായ് സ്റ്റൈല്, എന്നെ തലയ്ക്ക് തട്ടുകയും ആടുകളെ മേയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ഓരോരുത്തർക്കും ഓരോരോ ശിങ്കിടിപ്പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്ന ആളുകളെയൊക്കെ ഇദ്ദേഹം ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ശരിയാക്കി തരാം, ഈ രാജ്യമൊക്കെ എൻ്റെ കൈവെള്ളയിലാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. വിഷയം ഞാൻ പറഞ്ഞുതരാം. AD 1400 കാലഘട്ടത്തിൽ അറേബ്യയിൽ മക്കയിൽ അബ്ദുൽ മുത്തലിബ് എന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടായിരുന്നു, അബ്ദുള്ള. ഈ അബ്ദുൽ മുത്തലിബും അബ്ദുള്ളയും കൂടി മോനെ കൊണ്ട് പെണ്ണ് കിട്ടിക്കാൻ വേണ്ടിയിട്ട് വാപ്പ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന മനുഷ്യൻ അബ്ദുള്ളയെയും കൊണ്ട് ഒരിടത്തേക്ക് പോകുവാണ്. വഹബിന്റെ മകൾ, വാഹിബ് എന്നുണ്ട് കേട്ടാ. അപ്പോൾ ഈ വഹബിന്റെ, ഞാൻ ആ പേരാണ് ഓർത്തത്, വഹബിന്റെ അനന്തരവളായ ആമിന എന്ന ആളെ നിക്കാഹ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അബ്ദുൽ മുത്തലിബ് തൻ്റെ മകനായ അബ്ദുള്ളയെയും കൂട്ടി പോകുന്നത്. ഇവരുദ്ദേശിച്ചത് പോലെ വഹബിന്റെ വീട്ടിലെത്തി. അവിടെ ഈ വഹബിന്റെ മകളെ കാണുന്നു. ആദ്യം ഹലയെ, ഇവരെ ഒന്നും വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറയണത് അതുകൊണ്ടാണ്. അപ്പൊ ഈ ഹലയെ കണ്ടപ്പോ മോന് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വന്നതാ. വാപ്പായ്ക്കൊരു മോഹം. മുഹമ്മദ് നബി സുഹൃത്തായ അബൂബക്കറിന്റെ വീട്ടിൽ വരുമ്പോഴാണല്ലോ 6 വയസ്സുള്ള ആമിനയെ കണ്ടപ്പോൾ, ആയിഷയെ കണ്ടപ്പോൾ പ്രേമമുദിച്ചത്. പാരമ്പര്യം അങ്ങനെ, ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരിക്കും. വാപ്പ മോനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാൻ വന്നെങ്കിലും ഈ അബ്ദുൽ മുത്തലിബ് ഈ വഹബിന്റെ അനന്തരവളെ കാണുവാണ്. അനന്തരവളെ കെട്ടിക്കാനാണ് വരുന്നത്. അപ്പോഴാണ് വഹബിന്റെ മകള് ഇറങ്ങി വരുന്നു. അനന്തരവളെ കെട്ടിക്കാനെല്ലാം പറഞ്ഞു വെച്ചിരിക്കുവാണ്. അങ്ങനെ തന്തയും മോനും കൂടി അവിടെ ഇരുന്നപ്പോ വഹബിന്റെ മകളെ കണ്ട് വാപ്പായ്ക്കൊരു മോഹം, ഇവളെ അങ്ങ് കെട്ടിയാലോ എന്ന് തോന്നി. അപ്പൊ മോനും പെണ്ണായി, വാപ്പായ്ക്കും പെണ്ണായല്ലോ. അങ്ങനെ അബ്ദുള്ളയുടെ പിതാവായ അബ്ദുൽ മുത്തലിബിന് ഈ ഹല എന്ന് പറയുന്ന വഹബിന്റെ മകളെ കിട്ടിയേ തീരും. ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്, കുഴപ്പമുണ്ടായിരിക്കില്ല. അങ്ങനെ വഹബിനോട് പറഞ്ഞു, അതെ, നിന്റെ മകളെ എനിക്ക് കെട്ടിയാ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ, പെൺകുട്ടിയെ നമുക്ക് ഇവിടെ വെച്ചിട്ട് പുഴുങ്ങി തിന്നാനൊന്നും അല്ലല്ലോ, അവർക്ക് ഓരോ ജീവിതങ്ങൾ ഉണ്ടാവട്ടെ, സമ്മതമാണ്. അങ്ങനെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, വാപ്പായും മോനും ഒറ്റ ദിവസം കേട്ടെ, ഇവരുടെ വീട്ടിലെ 2 പെൺകുട്ടികൾ, അവരുടെ വീട്ടിലെ 2 തന്തമാര്, ശരി, ഒന്ന് അബ്ദുള്ള, ഒന്ന് അബ്ദുൽ മുത്തലിബ്. അങ്ങനെ ഇവരെ 2 പേരും ഒരുമിച്ച് അവരെ 2 പേരെയും കെട്ടി. അപ്പൊ വീട്ടിൽ 2 കർഷകനും ഉണ്ടായി, 2 കൃഷിഭൂമിയും ഒരേ ദിവസം പിറക്കും. ഇത്രയും നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ. അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ള, വാപ്പയും മകനും. വഹബിന്റെ മകൾ ഹല, അദ്ദേഹത്തിന്റെ അനന്തരവൾ ആമിന. ഓക്കെ അല്ലേ? ശരി. ഇനി ഇവരുടെ വിവാഹം കഴിഞ്ഞു. 3 മാസം ദാമ്പത്യം മുന്നോട്ട് പോയി കഷ്ടിച്ച് ഈ അബ്ദുൽ മുത്തലിബിന്റെ മകനുണ്ടല്ലോ, ആമിനയെ വിവാഹം കഴിച്ച അബ്ദുള്ള മരിച്ചു. പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ ഹല ഹംസ എന്ന ഒരു മകനെ പ്രസവിക്കുന്നു. ശ്രദ്ധിക്കണം നിങ്ങളിത്. എല്ലാരും ലെഫ്റ്റ് അടിച്ചേക്ക്. നബിയെ കുറ്റം പറയുവാണെന്ന് ഇവള് ആണോ? അപ്പൊ ഒരു കാര്യം ചെയ്യും, ആദ്യം നീ അങ്ങ് വെക്കോ. നിന്നെ ഉറക്കം ഇളച്ചിട്ട് ആരെങ്കിലും വിളിച്ചോടാ ഇവിടെ? ബെറ്റ എഡിറ്റിങ്, പെട്ടെന്ന് വെക്കുന്നു, ഉറങ്ങിക്കോ, പോയിക്കോ. നിന്നെ ഇവിടെ ആരും വിളിച്ചിട്ടില്ല. നമ്മൾ സത്യമേ പറയുന്നുള്ളൂ.
മുബഷിറ മുബി പഠിച്ച സമയത്ത് പരീക്ഷയൊന്നും എഴുതാൻ പറ്റത്തില്ലായിരുന്നു, ഇപ്പൊ വന്നിട്ടേ പരീക്ഷയുണ്ടോ? ഈ ഹബിറഹൻ പൊയ്ക്കോ, നിന്നെ ഇന്നലെ മുതലേ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പോട്ടെ എന്ന് വിചാരിക്കുമ്പോഴേ ഞാൻ വെള്ളം കിട്ടാതെ മരിക്കുമെന്ന്. ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് കാറിലിടിച്ചു മരണം, എന്നെ കൊല്ലുമെന്നായിരിക്കും. ശരി, കുഴപ്പമൊന്നുമില്ലത്. വെള്ളം കിട്ടാതെ മരിച്ചാലും സാരമില്ലടാ. നമ്മുടെ നബിയെ പോലെ 3 ദിവസം കിടന്ന് ചീഞ്ഞളിയാതിരുന്നാൽ മതി, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ. ശവം കിടന്ന് ചീഞ്ഞ് അളിയരുതല്ലോ. അതെ, നരസിംഹം. എങ്ങനെയാണ് ഈ ഇത് പിന്നെ കുന്നിൻ ചെരുവിലെ ഈത്തപ്പന എന്ന പേര് വന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരേ ദിവസം വിവാഹിതരാകുന്ന തന്തയും മകനും, അബ്ദുൽ മുത്തലിബും അബ്ദുള്ളയും 3 മാസം വിവാഹ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ മകൻ മരിക്കുന്നു, അബ്ദുള്ള മരിക്കുന്നു. അതിനെ തുടർന്ന് ഒരു 6 മാസം കൂടെ കഴിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് എഴുതിയ പരീക്ഷ ജയിച്ചു. അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ ഹല ഒരു കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിന്റെ പേരാണ് ഹംസ. ഇനി ആമിനയും പ്രസവിക്കുന്നു ഒരു കുഞ്ഞിനെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, നിങ്ങൾ ചിന്തിച്ചിട്ട് എന്നെ തന്തയ്ക്ക് വിളിച്ചോ. ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും തമ്മിൽ എത്ര പ്രായ വ്യത്യാസം വരാം? മിനിമം. ഒരേ ദിവസം വിവാഹിതരാകുന്ന 2 പേർ, ഒരാളുടെ ഭർത്താവ് 3 മാസം കഴിഞ്ഞപ്പോൾ മരിക്കുന്നു. രണ്ടാമത്തെ ആളാണെങ്കിൽ, അതായത് വാപ്പ കല്യാണം കഴിച്ച പെണ്ണിനാണെങ്കിൽ ഇനിയും പ്രസവിക്കാൻ സാധ്യതയുണ്ട്, ഭർത്താവുണ്ടല്ലോ കൂടെ. ആമിന പ്രസവിക്കുന്ന കുഞ്ഞും ഹംസയും, ആമിന പ്രസവിക്കുന്ന കുഞ്ഞും ഹല പ്രസവിക്കുന്ന കുഞ്ഞും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാകാം? മിനിമം. കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 3 മാസത്തിന്റെ വ്യത്യാസം ഒക്കെയാണ്, നമുക്കത് അംഗീകരിക്കാൻ പറ്റും. ഇനി ഹംസ വേണമെങ്കിൽ ഇളയവനാകാം, ഹംസ ഇളയവനാകാം. കാരണം ഹംസക്ക് ഇനിയും ഹംസയുടെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ആമിന പ്രസവിക്കുന്ന കുഞ്ഞ് 3 മാസം കൊണ്ടാണല്ലോ ആമിന ഗർഭിണിയായിട്ടുള്ളത്, അല്ലേ? പണമില്ലായിട്ട് മതങ്ങളെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ്. എന്താ കുറ്റം പറഞ്ഞാൽ ആരെങ്കിലും പണം കൊണ്ട് തരുമോ? നമ്മുടെ മതത്തിലുള്ള കാര്യം പറയുമ്പോൾ എന്തിനാടാ നീ ഇങ്ങനെ ചൊറിയുന്നേ? ചൊറിഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിച്ചു കേട്ടോ. അബ്ദുൽ മുത്തലിബും അബ്ദുള്ളയും ആണല്ലോ വിവാഹിതരാകുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ ഹല ഹംസ എന്ന ഒരു മകനെ പ്രസവിച്ചു. ഈ ഹംസ മുഹമ്മദിന്റെ എളാപ്പയാണ്. മനസ്സിലായില്ലേ? വാപ്പയുടെ മോനല്ലേ? മനസ്സിലായോ? അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയുടെ അനിയനല്ലേ? അപ്പൊ മുഹമ്മദിന്റെ എളാപ്പയല്ലേ? അബ്ദുൽ മുത്തലിബിന്റെ മകനുമായിട്ടല്ലേ കല്യാണം ആലോചിക്കാൻ പോയത്, അബ്ദുള്ളയുമായിട്ട്?